ഞാൻ കഴിഞ്ഞ ദിവസം ടീമൂന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാവേ. ഈ ഒരു ബോക്സ് ഞാൻ ഓൾറെഡി പൊട്ടിച്ചതാണ്, പക്ഷേ എന്താ സംഭവം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം എനിക്ക് കിട്ടിയത് ഒരു പെന്നാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കില്ലേ, അതേപോലത്തെ ഒരു ചില്ലിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ. കുഞ്ഞിതാണ്, തീരെ കുഞ്ഞെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുമ്പോൾ നമുക്ക് ഇന്ന സാധനങ്ങളാണെന്നുള്ളത് പേരെഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറും പിന്നെ അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പെന്നുമാണ് കേട്ടോ. എന്തായാലും അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. സ്റ്റിക്കറിൽ എഴുതാം, നമുക്കത് ഒട്ടിക്കാം, എന്നിട്ട് ഒതുക്കി ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് എന്തിട്ടാന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിച്ച് നോക്കാവേ. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. കുറച്ച് നാളായി ഇത് ഞാൻ ഓർഡർ ചെയ്ത് ഇവിടെ സാധനം എത്തിയിട്ട് ഇപ്പോഴാണ് ഞാൻ പൊട്ടിക്കുന്നത്. എൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ ഓർമ്മയിലില്ല. ഇത് ഹെയർ റിമൂവലാണ് കേട്ടോ. എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ബ്രഷൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ളൊരു ബോക്സാണ്. അതിൽ നിന്നാണെങ്കിൽ എനിക്കൊരു ചീർപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ബാത്ത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണത് ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഉള്ള സംഭവം ഞാനത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് ചാർജറൊക്കെ ഇങ്ങനെ വെക്കുന്ന സാധനമാണ് കേട്ടോ. അത് ഇതപ്പോൾ സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കുക. പക്ഷെ ഞാൻ ഒട്ടിച്ചതിൻ്റെ പൊസിഷൻ മാറിപ്പോയി. ശരിക്കും ഈ പോർഷനിലല്ല ഒട്ടിക്കേണ്ടിയിരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു പോർഷനിലാണ് ഒട്ടിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ അതിൽ ഓൾറെഡി ഒട്ടിച്ച്, പക്ഷെ പറിച്ചെടുക്കാൻ നോക്കിയിട്ട് അതിൻ്റെ പശ ഭയങ്കര കണ്ടില്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ, അടുത്തത് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ഈ ചാർജറൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അത് താഴെ വീഴുമല്ലോ. താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാം, ഈ ഒരു സെറ്റപ്പിൽ വെക്കാം. അപ്പോൾ അതിങ്ങനെ താഴെ ഇങ്ങനെ ചുമ്മാ കിടക്കൂല, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചതൊക്കെ എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാനൊരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിയതാണ്. ഞാൻ അങ്ങനെ ഐഷാഡോ യൂസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഇത് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സിമ്പിൾ ഐഷാഡോ ലുക്ക് പോലെ തോന്നി. ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഞാനിത് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നോക്കിക്കോളൂ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഷോ ഇട്ടതാണ്, സാധനം കയ്യിൽ നിന്ന് പോയി, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.